ചാർജറും കൂടെ നമ്മൾ സ്റ്റീമിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തെങ്ങനെ പറഞ്ഞാലും നമ്മൾ ഫ്യൂൽ പമ്പ് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഫ്യൂൽ പമ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. ഇപ്പം നമ്മൾ ടെർബോയും കാര്യങ്ങളെല്ലാം ഇവിടെ ഷൂട്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇലക്ട്രിക് സൂപ്പർ ചാർജറും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഫ്യൂൽ പമ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഫ്യൂൽ പ്രഷർ കുറവാണ്. നമ്മൾ ഇഞ്ചക്ടർ 4 നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്യൂൽ പമ്പ് വരുന്നത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ഇത് നമുക്ക് US നിന്നാണ് കേട്ടോ കിട്ടുന്നത്. US UK അവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഇത് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുത്തേക്കാം. ആരെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നമുക്കിതിന് പ്രത്യേകിച്ച് വലിയ വയറിങ്ങിൻ്റെയോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നുള്ളൂ. ഇതൊരു സ്വിച്ചും ജസ്റ്റ് ഒരു വയർ മാത്രം മതി കേട്ടോ. ഇത് നെഗറ്റീവും പോസിറ്റീവും മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഒരു കാര്യം നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എടുത്തേക്കുന്ന സാധനത്തിന് ബ്രാക്കറ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി ചെയ്യണം. ഇതിന് ശരിക്കും ഒരു ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ നമുക്ക് മേടിച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി മേടിച്ചാണ്. അപ്പം ഇതിന് ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതെങ്ങനെ ഇതിൽ സൂട്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബ്രാക്കറ്റ്. ഇത് നമുക്ക് പമ്പിലേക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ബോൾട്ട് വെച്ചിട്ടുണ്ട്. ഇത് പമ്പിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് വയറും കൂടെ നമ്മൾ ഇതിൽ വെച്ച് എന്തായാലും മുറുക്കുന്ന സമയത്ത് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ബ്രാക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആയിട്ട് കേട്ടോ ഫിറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു ഗ്രൗണ്ട് വയറും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് നെറ്റ് ബോൾട്ട് ഇട്ട് മുറുക്കാൻ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ പോസിറ്റീവ് ലൈനാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ കേട്ടോ. പമ്പും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അകത്തേക്ക് കൊടുത്തിട്ട് അകത്ത് നമുക്കൊരു സ്വിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. നമുക്കിത് ഏത് സമയത്തും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. നോർമലി ഓടിക്കുന്ന സമയത്തൊന്നും പ്രശ്നം കാണിക്കത്തില്ല. നമുക്ക് ഈ ഫുൾ ത്രോട്ടിലൊക്കെ ഓടിക്കുന്ന എപ്പോഴും ചവിട്ടി പിടിച്ച് ഓടിക്കുന്ന ടൈമിലുള്ള ഫ്യൂവലിൻ്റെ ഇഷ്യൂ കാണിക്കുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ അകത്തൊരു സ്വിച്ചും കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് അകത്തെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോൾ അകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട വയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിലേക്ക് പോകുന്ന ഒരു ലൈൻ എടുക്കണം കേട്ടോ.
ഈ മാരുതിയുടെ വണ്ടികളിലെ മിക്ക, അതായത് പഴയ വണ്ടികളിലൊക്കെ ഈ ഒരു റോസ് വയറാവുകയുണ്ടോ ഫ്യൂൽ പമ്പിൻ്റെ. ഈ ലൈൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് നേരെ ഫ്യൂൽ പമ്പിലേക്ക് കൊടുക്കാൻ പോകണം. ഇതുവരെയായിട്ട് നമ്മളൊരു സ്വിച്ചും കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിത് കറക്റ്റായിട്ട് ഒരു സ്വിച്ച് നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഇതേ നമ്മുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൂപ്പർ ചാർജർ സ്വിച്ച് ഇപ്പുറത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക്കാണ് നമ്മളിത് യൂസ് ചെയ്തേക്കുന്നത്, അത് ഇപ്പുറത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഇതേ റിയറിലെ ബ്രേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാൽവും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് റാലി പോകുമ്പോൾ റിയർ ബ്രേക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ റിയറിൻ്റെ ബ്രേക്ക് നമ്മൾ കുറയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമുക്ക് ഡ്രിഫ്റ്റ് ബ്രേക്കും കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴത്തേക്കാണ് കേട്ടോ ഓൺ ആക്കുന്നത്, അതായത് ഓഫും ഓണും ഇതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫ്യൂൽ പമ്പിൻ്റെ ലൈനിൽ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ഓൺ ആകുമ്പോഴത്തേന് ഇതൊരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെയായിട്ട് നമ്മുടെ സൂപ്പർ ചാർജറിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് ബെൽറ്റും കാര്യങ്ങളും കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഓടിക്കാൻ. ഇതിന് ഒരു ഐഡിയലിങ്ങിൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പമ്പ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും കേട്ടോ. കേട്ടോ ആ ഒരു വേരിയേഷൻ നമുക്കിപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതായത് ഫ്യൂൽ പമ്പ് ഓണാക്കുന്ന ടൈമിൽ അത് സ്റ്റേബിളായിട്ടും കാര്യങ്ങളായിട്ടും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ RPM ഒന്ന് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് നോക്കാം. ഫ്യൂൽ പമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തു, ചെക്ക് ചെയ്തിട്ട്, അതായത് നമ്മൾ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. അതായത് എങ്ങും ഈ സാധനം കോണ്ടാക്റ്റ് ആകുന്നില്ല. ഇപ്പോൾ ഇത് നമ്മുടെ കോയിലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മേളിൽ ഒരു റാപ്പും കൂടി ചെയ്തിട്ടുണ്ട്. ഇതും കാര്യങ്ങളും ലീക്കും കാര്യങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വണ്ടി ടെസ്റ്റ് പഠിക്കും. ഇപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പഠിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ ലൈൻ നമുക്ക് ഓണാക്കി നോക്കാം. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ സൂപ്പർ ചാർജറും വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഓണാക്കിയിട്ട് കുറച്ച് ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം സൂപ്പർ ചാർജറിൻ്റെ ആ സംഭവങ്ങൾ കാര്യം ലോഡായി വരാൻ ഒരു 2-3 സെക്കൻഡ് ഡിലേ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെയിറ്റ് ചെയ്യുന്നത്. ചുമ്മാ ജസ്റ്റ് ചെറുതായിട്ട് എൻ്റെ ആക്സിലറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫുള്ള് ത്രോട്ടിൽ ഓടിക്കാനുള്ള വഴിയൊന്നും നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെറിയ ഒരു ത്രോട്ടിലെടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർമലി പോവാണ് കേട്ടോ. സഡനായിട്ട് കാര്യം ചവിട്ടി പിടിക്കാനുള്ള ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്താണ് നോർമൽ. എങ്ങനെയുണ്ട് വണ്ടി? ഒന്നും പറയാനില്ല, ഇത് ആദ്യം മാറണ്ടായിരുന്നല്ലേ? വേറെ കാര്യമുണ്ട്, ടയറില്ല, സ്റ്റോപ്പ് ടയറില്ല. ഒന്നും പറയാനില്ല. ഇതാദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ട സാധനമായിരുന്നല്ലേ? ബ്രേക്ക് പക്കയാണോ?
നടക്കാൻ പറ്റും വണ്ടി കയ്യില്. ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഫ്യൂൽ പമ്പും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത സമയത്ത് ലൈനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കേട്ടോ. ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.